2024 കീം എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെ അഡ്മിറ്റ് കാർഡാണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്നവർക്കും ഫാർമസി എക്സാം എഴുതുന്നവർക്കും ഇത് രണ്ടും ചേർത്ത് എഴുതുന്നവർക്കും എല്ലാവർക്കുമുള്ള അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട്, ഞാൻ ഫാർമസി അപ്ലൈ ചെയ്തിരുന്നു, അതേപോലെ എഞ്ചിനീയറിംഗും അപ്ലൈ ചെയ്തിരുന്നു, ഇത് രണ്ടും അപ്ലൈ ചെയ്ത് എനിക്ക് ഒരു എക്സാമേ ഉള്ളോ അതോ രണ്ട് എക്സാമാണോ, എങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ എൻഡിൽ ഒരു അഡ്മിറ്റ് കാർഡ് കാണിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ജൂൺ 5 തുടങ്ങി ജൂൺ 9 വരെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ എക്സാം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ എക്സാം നടക്കുന്ന ദിവസങ്ങളിൽ എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും, രണ്ടും കൂടി അപ്ലൈ ചെയ്തവർക്കും ഒരെണ്ണം മാത്രമായിട്ട് അപ്ലൈ ചെയ്ത കുട്ടികൾക്കും ഒക്കെ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ എക്സാം നടക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ പ്രൊസീജിയർ കൂടി ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ കീമിൻ്റെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ കയറുക, അതായത് c.kerala.gov.in, എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നൊരു മെനു ഉണ്ടാവും. ആ മെനു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. അങ്ങനെ ആ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ നിങ്ങളെ എന്തായാലും എക്സാമിനേഷൻ ഹാളിനുള്ളിലേക്ക് കയറ്റിവിടില്ല. ഇനി അതിൽ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, അതായത് പത്രക്കുറിപ്പിൽ ഇറക്കിയ, ഞാൻ ആദ്യം കാണിച്ചത് അവിടുത്തെ പത്രക്കുറിപ്പാണ്, ഇപ്പോൾ കാണിക്കുന്നത് ആ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കളർ പ്രിൻ്റ് ഔട്ടാണ് പ്രിഫറബിൾ. അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക, കാരണം നമ്മുടെ ഫോട്ടോഗ്രാഫ് ആ പേജിലുള്ളത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പം കളർ പ്രിൻ്റ് ഔട്ടാണ്, അത് ശ്രദ്ധിക്കുക. ഇനി ആർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക? എഞ്ചിനീയറിംഗ് എക്സാം അപ്ലൈ ചെയ്തവർക്ക്, ഫാർമസി എക്സാം അപ്ലൈ ചെയ്തവർക്ക്, ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്തവർക്ക്, ഈ 3 കൂട്ടർക്ക് മാത്രമാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക. അതേസമയം ആർക്കിടെക്ചർ അപ്ലൈ ചെയ്തവർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സ് അപ്ലൈ ചെയ്തവർക്കോ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കില്ല. റീസൺ അവർക്ക് എക്സാം ഇല്ല. മെഡിക്കൽ അലൈഡ് കോഴ്സ് നീറ്റിൻ്റെ ബേസിലായതുകൊണ്ടും ആർക്കിടെക്ചർ നാറ്റയുടെ ബേസിലായതുകൊണ്ടും ഈ 2 കൂട്ടർക്കും അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല, എക്സാമും ഉണ്ടാവില്ല. ഇനി ചില കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികളുടെ ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ 10th സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റുകളിലോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തൽക്കാലത്തേക്ക് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എക്സാം ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ അഡ്മിറ്റ് കാർഡ് വന്നില്ല എങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്കൊരു മെമ്മോ ഡീറ്റെയിൽ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ആ മെമ്മോ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. ആ മെമ്മോ ഡീറ്റെയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും എന്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ ഡിഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിഗ്നേച്ചറിൻ്റെതായിരിക്കാം, 10th സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെതാവാം. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഏതാണോ ഡിഫക്റ്റ് ആ ഡോക്യുമെൻ്റ് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. അതായത് അതിന് പകരം ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടത് എന്താണോ അത് അപ്ലോഡ് ചെയ്യുക. എന്ന് അപ്ലോഡ് ചെയ്യണം? ജൂൺ 1-ാം തീയതി 4 മണിക്ക് മുമ്പ്, വൈകിട്ട് 4 മണിക്ക് മുമ്പ്. അപ്പോൾ ജൂൺ 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പ് നിങ്ങൾ ഈ ഡിഫക്റ്റ് ക്ലിയർ ചെയ്താലേ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടൂ. അങ്ങനെ അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് മാത്രമാണ് ഇത് ബാധകം. ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. അത് സ്കൂളിലെ ID കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, വോട്ടേഴ്സ് ID ആവാം, ആധാർ കാർഡ് ആവാം, ആധാർ ആവാം, പാസ്പോർട്ട്, ക്ലാസ് 12ൻ്റെ ഹാൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം ഉണ്ടാവണം. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ +2 പഠിച്ച, അതായത് ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നിങ്ങളുടെ +2 പഠിച്ച സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പലിനോട് ഒരു ലെറ്റർ വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഇന്ന ആളാണെന്നും ഇന്ന ഡീറ്റെയിലുമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ആ ഫോട്ടോയ്ക്ക് മേലെ സീൽ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക. അത് നിങ്ങളുടെ പ്രിൻസിപ്പൾ തയ്യാറാക്കാം, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുമാവാം. ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റും കൊണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകാവൂ. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതാണ് ബെറ്റർ. അത് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സൊല്യൂഷനാണ് ഈ രണ്ടാമത് പറഞ്ഞത്. ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, ഈ എക്സാം CBT മോഡാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡാണ്, പെൻ ആൻഡ് പേപ്പർ അല്ല. ഇനി എക്സാമിൻ്റെ പാറ്റേൺ നോക്കുക. നിങ്ങൾ എഞ്ചിനീയറിങ്ങിനാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻ മാത്സിലുണ്ടാവും, ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിയുടെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 75 ക്വസ്റ്റ്യൻ മാത്സിനും 45 ക്വസ്റ്റ്യൻ ഫിസിക്സിനും കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യനും, അങ്ങനെ 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 150 ക്വസ്റ്റ്യൻസ് ആണ്, 180 മിനിറ്റ്സ് ആയിരിക്കും.
എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തവർക്ക്. ഇനി ബി ഫാം അപ്ലൈ ചെയ്തവർക്ക് ഇതിൽ മാത്സ് ഉണ്ടാവില്ല, പകരം 45 ക്വസ്റ്റ്യൻ ഫിസിക്സിലും ഉണ്ടാവും, 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിലും ഉണ്ടാവും, അങ്ങനെ 75 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മുമ്പ് പറഞ്ഞതിൻ്റെ പാതി ടൈം 90 മിനിറ്റും കിട്ടും. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗും അപ്ലൈ ചെയ്തിട്ടുണ്ട്, ബി ഫാമും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇത് രണ്ടും അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഈ ആദ്യത്തെ എക്സാമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് ഫാർമസിക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തുകൊള്ളും. അപ്പോൾ എക്സാം ഒറ്റ എക്സാമേ ഉള്ളൂ. നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 150 ക്വസ്റ്റ്യൻ എഴുതണം. നിങ്ങൾ എഞ്ചിനീയറിംഗും ബി ഫാമും രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 150 ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ ബി ഫാം മാത്രമാണ് അപ്ലൈ ചെയ്തതെങ്കിൽ 75 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അത് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി അതിൻ്റെ സ്കോർ നോക്കുക. നിങ്ങൾ കറക്റ്റ് ഉത്തരം എഴുതിയാൽ 4 മാർക്ക് കിട്ടും, തെറ്റിച്ചാൽ നിങ്ങളുടെ 1 മാർക്ക് നഷ്ടപ്പെടും. കറക്റ്റ് ഉത്തരത്തിന് +4 ആണ്, റോങ് ആൻസറിന് -1 ആണ്, അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. അപ്പോൾ മാർക്ക് കൂടി ശ്രദ്ധിക്കുക. ഇനി അഡ്മിറ്റ് കാർഡിലേക്ക് ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡിലെല്ലാം തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇവിടെ റോൾ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ഇവിടെ ഫോട്ടോഗ്രാഫും ഉണ്ടാവും. ഇതെല്ലാവർക്കും അവിടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി ഏതിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ നോക്കുക, ഈ കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് ബി ഫാമിനാണ്. ആ ബി ഫാമിന് അപ്ലൈ ചെയ്തപ്പോൾ നോക്കുക 1.5 മണിക്കൂറാണ് എക്സാം. 3:30 തുടങ്ങി 5 മണി വരെയാണ് എക്സാം. അപ്പോൾ ആ കുട്ടി ഏത് ചെയ്യണം? 45 ക്വസ്റ്റ്യൻ ഫിസിക്സും 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയും ഇത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ബി ഫാം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക, ഡേറ്റ് മാറിപ്പോവരുത്. അതേപോലെ റിപ്പോർട്ടിംഗ് ടൈം 1 മണിക്കാണ് റിപ്പോർട്ടിംഗ് പറഞ്ഞത്. റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലുക. എക്സാം തുടങ്ങുക 3:30 തുടങ്ങി 5 മണി വരെയാണ്. റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ അഡ്മിറ്റ് കാർഡ് ശ്രദ്ധിക്കുക. ബേസിക് ഡീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗിന് മാത്രം അപ്ലൈ ചെയ്തിരിക്കുന്നു. ആ കുട്ടിയുടെ എക്സാം പാറ്റേൺ നോക്കുക. 10 മണി തുടങ്ങി 1 മണി വരെ 3 മണിക്കൂറാണ്. അപ്പോൾ ആ കുട്ടി മാത്സിൻ്റെ 75 ക്വസ്റ്റ്യൻ ചെയ്യണം, ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യൻ ചെയ്യും, കെമിസ്ട്രിയുടെ 30 ക്വസ്റ്റ്യനും ചെയ്യും. ഇങ്ങനെ 150 ക്വസ്റ്റ്യൻ ഈ കുട്ടി ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തൊരു അഡ്മിറ്റ് കാർഡ് നോക്കുക. ഇവിടെ എഞ്ചിനീയറിംഗും ബി ഫാമും രണ്ടും ഈ കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴും 10 തുടങ്ങി 1 മണി വരെയാണ്. എന്തൊക്കെ ചെയ്യണം? എഞ്ചിനീയറിംഗിൻ്റെ മാത്സ് 75 ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്സ് 45 ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗിൻ്റെ കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻ, ഇത്രയും ചെയ്യണം. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെതായി. ആ എഞ്ചിനീയറിംഗിലെ ഈ രണ്ടിൻ്റെയും മാർക്ക് ബി ഫാമിന് എടുത്തുകൊള്ളും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഒരു എക്സാം എഴുതേണ്ടതില്ല. ഇതിലെ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് വെച്ചിട്ട് ബി ഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എഞ്ചിനീയറിംഗിനും ബി ഫാമിനും അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഒറ്റ എക്സാം എഴുതിയാൽ മതി. അതിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ റിപ്പോർട്ടിംഗ് ടൈം തെറ്റിക്കാതിരിക്കുക. ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുക. എക്സാമിന് ടൈമുണ്ട്, ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് മാറിപ്പോവരുത്. പല ദിവസങ്ങളായിട്ടാണ് എക്സാം. ഡേറ്റ് മാറരുത്, ടൈം മാറരുത്, റിപ്പോർട്ടിംഗ് ടൈമും മാറരുത്. ഇനി അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിലേക്ക് വരുന്നു. ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞതാണ്. ഞാൻ മുമ്പ് കാണിച്ച ലിസ്റ്റ് പോലെ തന്നെ ഇത്രയും ഡോക്യുമെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ എന്താണ് പിന്നെ മെയിനായിട്ട് ഇതിൽ പറയുന്നത് ബയോമെട്രിക് വെരിഫിക്കേഷൻ. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നീറ്റ് എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ എക്സാം എഴുതിയ കുട്ടികളായതുകൊണ്ട് അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇലക്ട്രോണിക് ഡിവൈസുകൾ പെർമിറ്റ് ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി റഫ് വർക്ക് ചെയ്യാനുള്ള ഷീറ്റ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ തരും. സോ ഷീറ്റ്സ് ഓഫ് പേപ്പർ ഫോർ റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് ഇൻ എക്സാം ഹോൾ. നിങ്ങൾക്ക് അവിടെ തരും, നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ റോൾ നമ്പർ എഴുതണം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പറും പേരും ആ പേപ്പറിന്റെ ടോപ്പിൽ എഴുതുക, സിഗ്നേച്ചർ വിടുക. അതായത് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന പേപ്പറിന്റെ മേലെ റോൾ നമ്പർ എഴുതുക, പേരെഴുതുക, പിന്നെ സിഗ്നേച്ചർ വിടുക. എന്നിട്ട് പോരുമ്പോൾ ഇത് ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ചിട്ട് പോരണം. അല്ലാതെ നിങ്ങൾക്ക് ആ റഫ് വർക്കിന്റെ ഷീറ്റ് വെളിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അവിടെ കൊടുത്തിട്ട് തന്നെ പോരണം. ഇനി ഇതിൽ നിങ്ങളൊരു പെൻ എന്തായാലും കൊണ്ടുപോയി. ഈ റഫ് വർക്ക് ചെയ്യാൻ ആവശ്യമായ പെന്ന് നിങ്ങൾ എന്തായാലും കയ്യിൽ കരുതുക. ഈ എല്ലാ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്നും പെർമിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സമ്മതിക്കില്ല. നിങ്ങൾക്ക് പെന്ന് കയ്യിൽ കരുതാം. റഫ് വർക്ക് ചെയ്യാൻ ആവശ്യമായ പെന്ന് കയ്യിൽ കരുതാം. റൈറ്റ്. ഇനി ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാവും. അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യണം എക്സാം ഹോളിൽ വെച്ച്. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻ എക്സാം ഹോൾ എ മോക്ക് ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് പ്രയർ ടു ദ ആക്ച്വൽ എക്സാമിനേഷൻ. അതായത് ഒറിജിനൽ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ്, ജസ്റ്റ് ഒരു ഡെമോ നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശ്രദ്ധിക്കുക. ആ ഫെസിലിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും. അതേപോലെ എക്സാം തുടങ്ങിയാൽ വെളിയിൽ വിടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് സാധാരണ ഇപ്പോൾ അഡീഷണലി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനുള്ള
ജനറൽ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അഡീഷണലി പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആയതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചു. പിന്നെ നിങ്ങൾക്ക് വർക്കിൻ്റെ ഷീറ്റ് അവിടുന്ന് കിട്ടും, പെന്നൊരെണ്ണം നിങ്ങൾ കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കീം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.